ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാനഡയിൽ നിന്നൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാനുള്ള ഒരു യാത്രയ്ക്കുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും പിന്നെ നമ്മുടെ ട്രാവലും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നമുക്ക് ജോലിയൊക്കെയുള്ള ആഴ്ചകളായിരുന്നു, നൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം തലേന്നായി എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണല്ലോ. അപ്പം നമ്മുടെ വാളറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെയുള്ള പേഴ്സും ബാഗും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ഒരു സൈഡിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും എല്ലാമായിട്ട്, പിന്നെ യാത്രയൊക്കെ ആയതുകൊണ്ട് മാസ്ക്, പിന്നെ കുറച്ച് ബുക്സൊക്കെ വായിക്കാനായിട്ട് പിള്ളേർക്കും നമ്മുടെയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് ബോക്സ് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും എല്ലാം ആയിട്ട് അകത്തെല്ലാം നിറഞ്ഞപ്പോൾ പുറത്തും കൂടിയൊക്കെ ആയിട്ട് എല്ലാം ഒരു സൈഡിലോട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ തുണി ഐറ്റംസ് അത് ഓരോരുത്തരുടേതായിട്ട് സെപ്പറേറ്റ് വീട്ടിലിടാനുള്ളതും പുറത്തിടാനുള്ളതും ഒക്കെ മടക്കി തന്നെ ഓരോ സെക്ഷനായിട്ട് സൺഗ്ലാസസും എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു സൈഡിലുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ പതുക്കെ അങ്ങോട്ട് പാക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോഴാണ് ഈ പെട്ടി ലാസ്റ്റ് യൂസ് ചെയ്തത്. അപ്പോൾ കുറച്ചായതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ ഉള്ള ദിവസങ്ങളായതുകൊണ്ട് പാക്കിംഗ് ഒന്നും അങ്ങോട്ട് നേരത്തെ ചെയ്ത് വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ഡോറിൻ്റെ ബാറ്ററി മാറ്റേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ ഇട്ട് ബുക്കിനകത്തൊന്ന് എഴുതി വെച്ചു. ഇത് അടുക്കളയിലിരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതേ ബുക്കിൽ തന്നെ ഓർക്കുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്കത് ടിക്ക് മാർക്ക് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഫെയർ ആയിട്ടൊരു പേപ്പറിനകത്ത് അക്ക ഇട്ട് തന്നെ ഓരോ സാധനങ്ങളായിട്ട് അതിൽ നിന്ന് തന്നെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാർക്ക് ചെയ്ത് പോകാൻ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഒക്കെ ആണെങ്കിലും ഹൗസ് കീ, നമ്മുടെ മാനുവൽ കീ എടുക്കുന്നതും എപ്പോഴും നല്ലതാണല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വട്ടമിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ചെറിയ കാര്യം തൊട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. അതിപ്പം ഇങ്ങേയറ്റത്ത് നമ്മുടെ ഒരു ബ്രഷ് തൊട്ട് നമ്മുടെ പാസ്പോർട്ട് വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഒന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാനും, അതേപോലെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്തൊന്ന് ടിക്ക് മാർക്ക് ചെയ്ത് പോകാനും ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ വഴിയിൽ ഇങ്ങനെ കാണും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളവരെ കാണുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് പിള്ളേർക്കുള്ള ഐറ്റംസ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വാങ്ങിച്ചില്ല. നമ്മൾ കുറേ ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചത്. ഇൻ കേസ് ആരെയും കണ്ടില്ലെങ്കിലും നമുക്ക് വേസ്റ്റ് ആക്കാതെ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാതെ നമുക്ക് തന്നെ കഴിക്കാമല്ലോ. പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുന്നതല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് കുടിക്കാനോ അല്ലെങ്കിൽ ബോട്ടിൽ നിന്ന് കുടിക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്തെങ്കിലും സ്ട്രോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പാക്കറ്റിൽ നിന്നൊന്ന് മാറ്റി സിപ്ലോക്കിനകത്താവുമ്പോൾ നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്യാൻ കുറച്ച് സ്പേസ് മതിയല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും വേറൊരു സ്ഥലത്തോട്ട്, വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഒന്നും അത്ര അറിയില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് മെഡിസിൻസ്, ടൈലനോൾ നമുക്കുള്ളതും പിള്ളേർക്കുള്ളതും, പിന്നെ വയറൊക്കെ അപ്സെറ്റ് ആയാലുള്ളൊരു മെഡിക്കേഷൻ നമ്മുടെ വലിയ ആളുകളുടേത്, പിന്നെ ഒരു ട്രോപ്പിക്കൽ വെതറിലോട്ട് പോകുന്നത് കൊണ്ട് കുറച്ച് ആഫ്റ്റർ ബൈറ്റും പിന്നെ ബഗ് സ്പ്രേയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് വായിക്കാനുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ റിയാക്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സിട്രസിൻ പോലെയുള്ള ഒരു അലർജി മെഡിക്കേഷനാണ്. പിന്നെ കുറച്ച് ബാൻഡേഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സൺസ്ക്രീൻ ലോഷനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുന്നതല്ലേ, എവിടെയെങ്കിലും തട്ടിത്തറഞ്ഞൊന്ന് വീഴുകയോ എടുക്കുകയോ ചെയ്താൽ മസിൽ ജോയിൻറ്റ് പെയിനുള്ള ഒരു ബാമും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു മൊസ്കിറ്റോ സ്പ്രേ ആണ്. ഈ ട്രോപ്പിക്കൽ വെതറിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കുറേ കൊതുകും ബക്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ബഗ് സ്പ്രേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ റെഗുലർ പനിക്കും കാര്യങ്ങൾക്കൊക്കെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും പവർ ഔട്ടേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, വലിയ എമർജൻസി ലാമ്പൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യത്തിന് ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ്, ഒരു ടോർച്ച് നമ്മുടെ ഹാൻഡി ആയിട്ട് കയ്യിൽ കരുതാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ഒരു ട്രോപ്പിക്കൽ വെതറിലോട്ട് പോകുന്നത് കൊണ്ട് ഒരു ആഫ്റ്റർ സൺ അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളിതെല്ലാം വാരി പാക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ പെട്ടിയും 23 kg ഉണ്ട്. അതേപോലെ ഹാൻഡ് ക്യാരിയും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കഴിവതും നമുക്ക് മൾട്ടിപ്പിൾ പെട്ടികൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓരോ പെട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്ത് പാക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും അങ്ങനെ നടക്കണം എന്നില്ല. പിന്നെ നമ്മൾ മുഷിഞ്ഞതോ നനഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള തുണികൾ ഇടാനായിട്ട് കുറച്ച് ഗാർബേജ് ബാഗും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലഗേജ് വെയ് ചെയ്യാനുള്ള വെയിങ് സ്കെയിലാണ്. ഇത് ആമസോണിൽ നിന്ന് കുറേ വർഷം മുമ്പ് വാങ്ങിച്ചതാണ്.
ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എസ്പെഷ്യലി ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടിയിൽ സ്പേസ് ഇല്ലാതെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇതേ സാധനം തന്നെ നമ്മൾ നാട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ റെഗുലർ വെയിങ് സ്കെയിലിൽ, നമ്മുടെയൊക്കെ വെയിറ്റ് നോക്കുന്ന വെയിങ് സ്കെയിലിൽ ലഗേജിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ പലപ്പോഴും കറക്റ്റായിട്ടുള്ള വെയിറ്റ് കിട്ടത്തില്ല. ഇതാണെങ്കിൽ നമുക്ക് പെട്ടി ഇങ്ങനെ ഇതിൽ ഹാങ് ചെയ്തിട്ടിട്ട് കറക്റ്റായിട്ടുള്ള വെയിറ്റ് കിട്ടുകയും ചെയ്യും. ആമസോണിൽ നിന്ന് നല്ലൊരു റിവ്യൂ ഒക്കെ ഉള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. ഇത് തന്നെ നമ്മൾ നാട്ടിലും കൊണ്ടുവയ്ക്കുവാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. നാട്ടിലൊക്കെ സമ്മർ ബ്രേക്ക് ആയി, ഇവിടെ അതുപോലെ ചില സ്കൂളിലൊക്കെ സ്പ്രിംഗ് ബ്രേക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ചില യാത്രകളൊക്കെ നടത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഞാൻ വലിയ പുലിയായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, കോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതല്ലാതെ എക്സ്ട്രാ എടുത്ത് പാക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഹെൽപ്ഫുൾ. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർത്ത് വെച്ച് പാക്ക് ചെയ്യാനൊക്കെ പോകേണ്ടി വരും. പിന്നെ നനഞ്ഞത് പാക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളിതാ എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ പുതിയ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ബാഗോടെ എടുത്തുകൊണ്ട് പോകാനും ബാഗ് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനും ഒക്കെ പറ്റുമല്ലോ. പിന്നെ 2 നെക്ക് പില്ലോ, അത് നമ്മൾ ഹാൻഡ് ക്യാരിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ സൺഗ്ലാസസ് എല്ലാം സേഫായിട്ട് നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അതും സേഫായിട്ട് ഇരുന്നോളും, പൊട്ടിപ്പോവാണ്ടൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ കീസ് എല്ലാം ഒരു എന്താ പറയണ്ടേ, കീ ചെയിനിലോട്ടൊന്ന് ആക്കുന്നുണ്ട്. നമ്മുടെ പെട്ടികൾ ലോക്ക് ചെയ്യുന്ന കീസും അതുപോലെ തന്നെ വീടിൻ്റെ കീസൊക്കെ മറക്കാതെ എടുത്തിട്ട് നമ്മുടെ ബാഗിനകത്തൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു രാജ്യത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എമർജൻസിക്ക് ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ കാർഡൊക്കെ അവിടെ വർക്ക് ചെയ്യാതെ കാണാൻ വന്നാൽ നമ്മുടെ ക്യാഷായിട്ട് തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ അത് വിനീതിൻ്റെ പേഴ്സിലും എൻ്റെ പേഴ്സിലും ഈക്വൽ എമൗണ്ട് ആയിട്ട് കനേഡിയൻ ഡോളറും US ഡോളറും ഒരുപോലെ വെക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ എന്തെങ്കിലും പിക്ക് പോക്കറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് പൈസ ഒരാളുടെയും നഷ്ടപ്പെട്ടു പോയാലും ആളുടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരിടത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഈക്വലായിട്ട് 2 ആയിട്ടങ്ങ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഇൻ കേസ് നഷ്ടപ്പെട്ടു പോയാലും ഒരാളുടെയിലെങ്കിലും കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഈ എമർജൻസി ഫണ്ടൊക്കെ കൊണ്ടുപോയതൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു ആക്ച്വലി, നമുക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് തന്നെ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, പൈസയും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും എല്ലാം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ചുമലപ്പെട്ടി അടയാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, എൻ്റെ ഒരു ലോക്കിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ബാഗിലോട്ടാക്കി. നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ കഴിവതും ഇതുപോലെ ബാഗിലാക്കും. അപ്പം പെട്ടിയുടെ ഒരു വെയിറ്റ് അത്രയും വരില്ലല്ലോ ബാഗിന്. ഇതിപ്പോൾ അത്രയ്ക്ക് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ നമ്മൾ ബാഗ് തന്നെ ആക്കി. പിന്നെ ബാക്കി ബാഗുകളും എല്ലാം റെഡിയാക്കി വെച്ചു. തലയിൽ നിറച്ച് എണ്ണയൊക്കെ പുരട്ടിയിരുന്നിട്ടാണ് ഞാൻ നമ്മുടെ പാക്കിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സമയമൊക്കെ എടുത്തപ്പോൾ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ലാസ്റ്റ് മിനിറ്റ് എൻ്റെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ചെടികളെന്ന് പറയുന്നത് 1 or 2 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയാണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെടികൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറേ ചെടികൾ വീട്ടിൽ വെച്ചിട്ടുള്ളത്. അത് പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് നമുക്കിഷ്ടമില്ലാത്ത ആളുകൾക്ക്. ഇഷ്ടമാണെങ്കിൽ നമുക്കതൊക്കെ ഒരു ഇഷ്ടമാണല്ലോ. പക്ഷേ ഇതുപോലെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ തലേന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങ് വെള്ളം വറ്റി വാടി പോകാനുള്ളൊരു ചാൻസ് ഇല്ലല്ലോ. പിന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷമാണല്ലോ. ഇനി വൈകുന്നേരത്തേക്കുള്ള കുറച്ച് പെട്ടെന്നുള്ള കുക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ വീണ് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പിടിച്ചാൽ ക്ലീനിങ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീട് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ ഇരിക്കുന്ന മോസ്റ്റ്ലി പെറിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തീർത്തിട്ട് പോവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവോ ഒക്കെ ചെയ്യുക, ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കിപ്പം പാലൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയിൽ നമ്മുടെ വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് മുട്ടയും ഒക്കെ കൂടിയിട്ട് ചിക്കി ഒരു ചെറിയ മുട്ട എന്താ പറയണ്ടേ, കൊത്തു പറാത്ത പോലെ കൊത്തു ചപ്പാത്തിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തിരി ചോറ് ഇരിക്കുന്നുണ്ട്, ഇത്തിരി കറികളൊക്കെ കുറച്ച് മിച്ചമൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ആയിട്ട് തട്ടിക്കൂട്ടി നമ്മുടെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കി എംറ്റി ആക്കി. എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജും പാൻട്രിയും ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ യാത്രയ്ക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചീത്തയായി പോകുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നെങ്കിൽ കാലിയാക്കിയിട്ട് പോകുക, അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരെങ്കിലും യൂസ് ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ പല സമയത്തായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ട് ഒരു ബുക്കും പേപ്പറും വെച്ചിട്ടോ
അതല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഒരു ലിസ്റ്റ് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതെപ്പോഴും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതൊരു സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ റെഗുലർ ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാര്യം നമ്മൾ ഓർക്കുന്നത് പേപ്പറിലോട്ടൊന്ന് എഴുതി വെക്കുക. അപ്പം നമുക്കത് ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നും. നമ്മളെല്ലാം കൂടെ ഓർത്ത് വെക്കാൻ നോക്കുമ്പോൾ മറന്നു പോകാനുള്ളൊരു ചാൻസും കൂടുതലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കാര്യം തൊട്ട് ഏറ്റവും വലിയ കാര്യം തൊട്ട് എല്ലാം ഇതുപോലെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഇല്ലേ എന്തൊക്കെയോ അച്ചീവ് ചെയ്തെന്നുള്ളൊരു ഫീലാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്താൽ പോലും നമുക്കൊരു ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് പോലും എല്ലാം ഒരു സൈഡിലോട്ടൊന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് പാക്ക് ചെയ്താൽ മതിയല്ലോ. ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൻഡിൽ തന്നെ വെക്കും. കാരണം നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ ഹൗസ് കീ പോലെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ എടുക്കാനുണ്ടാവും. അതുപോലെ നമ്മുടെ ഫോണ്, ചാർജർ, പവർ ബാങ്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ. പിന്നെ നമ്മുടെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. ഇനി നമ്മുടെ ഡിഷ് വാഷറിലെ പാത്രങ്ങളും കൂടി ഒന്ന് ഓൺ ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഡിഷ് വാഷർ ഒന്നും രാവിലെ എംപ്റ്റി ചെയ്യാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം. ഒരു 5:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിൽ എത്തുമായിരിക്കും. അപ്പം ഞാൻ ഡിഷ് വാഷർ ഓൺ ആക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് ഏതെങ്കിലും പാത്രം കണ്ണിപ്പെടാതെ ബാക്കി വല്ലതും കിടപ്പുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു ഇത്തിരി ഫുഡ് വേസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിവിടെ വീട്ടിനകത്ത് വെച്ചാൽ പിന്നെ ഒരു ബാഡ് സ്മെല്ല് വരുമല്ലോ, അതുകൊണ്ട് അതും കൂടി ഒന്ന് എംപ്റ്റി ചെയ്തു. നമ്മുടെ ഡെക്കിലിരിക്കുന്ന കുഞ്ഞു ബക്കറ്റിനകത്തോട്ടൊന്ന് ആക്കി വെച്ചു. ഇപ്പോൾ ബാക്ക് ആലിയിലൊന്നും പോയി കളഞ്ഞില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് വരും. ഡെക്കിലാണെങ്കിൽ പിന്നെ തണുപ്പുള്ളത് കൊണ്ട് അതിനങ്ങനെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുത്തുമില്ല. അങ്ങനെ അത്യാവശ്യം ചെറിയൊരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഇനി സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഒരു വെക്കേഷനോ യാത്രയ്ക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീട് മിനിമം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോകും. ഒരുപാട് അങ്ങനെ മെസ്സി ആക്കി അലങ്കോലമാക്കിയിട്ടിട്ട് പോകരുത്. കാരണം നമ്മൾ വെക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമാണ്. നാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കാണാം, നാട്ടിലോട്ട് പോകുന്നു, കുറേ ഒഴിവ് ദിവസങ്ങളുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാവരെയും വിട്ട് നാടൊക്കെ വിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമല്ലേ. നമുക്കറിയാം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരണം, നമ്മുടെ റിയൽ ലൈഫ് പിന്നെ ഇങ്ങോട്ട് തുടങ്ങുകയാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഹാങ് ഓവർ കുറേ ദിവസം നിൽക്കും. അപ്പം നമ്മുടെ ഒരു റിയൽ ലൈഫിലൂടെ നമ്മൾ തിരിച്ചു വരിക. പിന്നെ നമ്മുടെ ജോലി, സ്കൂള്, വീട്, ക്ലീനിങ്, കുക്കിംഗ് ഒക്കെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും വിഷമത്തിൽ വരുമ്പോൾ ഈ ഒരു മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു വീട്ടിലോട്ടൂടെ വരുമ്പോഴത്തേക്ക് അടച്ചു കിടക്കുന്നൊരു വീട്, അപ്പം നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അത്യാവശ്യം മിനിമം ഒരു ക്ലീനിങ് ഒക്കെ ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മൾ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടതുപോലെ ഒരു അവസ്ഥ തോന്നാറുണ്ട് പലപ്പോഴും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു അത്യാവശ്യപ്പെട്ട പണിയാണ് ചെയ്യാനുള്ളത്. കുറച്ച് നെയിൽ പോളിഷ് ഇടാനുണ്ട്. അപ്പം ഞാനതൊക്കെ എൻ്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിവതും കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നെയിൽ പോളിഷ് ഇടാതിരിക്കാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ പ്രിൻ്റൊക്കെ ആയിരിക്കും നമ്മുടെ നഖത്തിൽ ഉണ്ടാവുക. അപ്പം ഇത്തിരി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്യാവശ്യപ്പെട്ട പണിയും കൂടെ ചെയ്തിട്ട് പോയി കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം നമുക്ക് രാവിലെ കാണാം. നമ്മൾ വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ടാക്സി വരും. അപ്പം ആ സമയത്തേക്ക് നമ്മളെല്ലാം റെഡിയായി. ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം അതിനകത്തോട്ടൊന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ശരിക്കുള്ള ബോട്ടിൽ എടുത്തപ്പം അതിനകത്ത് അധികം ക്രീം ഇല്ല, ഒരു ഹാഫ് ബോട്ടിലൊക്കെ കാണുള്ളൂ. പിന്നെ അതോടുകൂടി തന്നെ കൊണ്ടുപോകാമല്ലോ, ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡ് ക്യാരിയിൽ വെക്കുമ്പോഴാണല്ലോ ഈ 100 ml കണക്കൊക്കെ ഉള്ളത്. അപ്പോൾ ചെക്ക് ഇൻ ബാഗ് ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു വിക്സിൻ്റെ ബോട്ടിലും ഒക്കെ ആയിട്ട് ഞാൻ വിനീതിൻ്റെ ഒരു ഷേവിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബാഗിലോട്ടങ്ങ് പാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ അലാമൊക്കെ വെച്ചത് നമ്മുടെ ഫോണിലാണല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യാനുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറന്നു പോകാതിരിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് മിനിറ്റ് ക്ലോസ് ചെയ്യാനുള്ള ചെക്ക് ഇൻ ബാഗിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ചു. അപ്പോൾ അതൊക്കെ വിനീത് അവിടെ റെഡിയാക്കുന്നുണ്ട്. കിച്ചുവിനും വാണിക്കും രാവിലെ കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു. നമുക്ക് കുറച്ച് കട്ടൻ ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ കിച്ചു വാണിയൊക്കെ ഇങ്ങനെ ഉറക്കച്ചടവിലാണ് ഇരിക്കുന്നത്. കൃത്യം 5 മണിക്ക് തന്നെ നമ്മുടെ ടാക്സി വന്നു. അങ്ങനെ നമ്മൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ രാത്രി തന്നെ എല്ലാവരും കുളിച്ചൊക്കെ കിടന്നതുകൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് അങ്ങ് വന്നാൽ മതിയായിരുന്നു. നമ്മളൊരു 5:15 ആയപ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി. 8 മണിക്കേ ഉള്ളൂ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്, ടൊറൻഡോയിലോട്ടാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്ലൈറ്റിലൊക്കെ കയറിയിരിക്കുകയാണ്. ടൊറൻഡോയിൽ നിന്ന് പിന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കാനുള്ളത് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് കറക്റ്റ് 8 മണിക്ക് തന്നെ ഒരു ഡിലേയും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അകത്ത് കയറി നമ്മളിത് അവരുടെ സ്ക്രീനിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അങ്ങനെ
അങ്ങനെ നമ്മളിതാ ടൊറൻഡോയിൽ എത്തിയിട്ടുണ്ട്. ടൊറൻഡോ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റിലോട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് ഹാൻഡ് ക്യാരി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കൂടെ ഒരൊറ്റ ഹാൻഡ് ക്യാരിയിലാക്കിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ട്രാവൽ സമയത്ത് കുറച്ച് ഈസി ആണല്ലോ. പിന്നെ കഴിവതും നമ്മൾ ബാഗ് പാക്ക് ഒന്നും ആക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് കുറേ ഗേറ്റ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്ക് പാക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിതാ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ എത്തിയത് ക്യൂബയിലാണ്. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. അതുപോലെ നമ്മൾ വന്നിറങ്ങിയത് രാത്രിയിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ വന്നിറങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 7-8 ദിവസം നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഒരു ഓൾ ഇൻക്ലൂസീവ് വെക്കേഷൻ പാക്കേജ് ബുക്ക് ചെയ്ത് വന്നതാണ്. അപ്പം നമ്മൾ ഇറങ്ങി എയർപോർട്ടിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കുള്ള റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ബസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഏത് ബസ്സിലോട്ട് പോകണം എന്നുള്ള നമ്പർ അവർ പറഞ്ഞു തരും. അവിടോട്ട് ചെന്ന് കയറുക. അപ്പം നമ്മൾ ബുക്ക് ചെയ്തത് എയർ കാനഡയുടെ വെക്കേഷനും ഫ്ലൈറ്റും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് വരഡേറോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വെൽക്കം ഒരു ഷീറ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പേരൊക്കെ എഴുതി അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ടാക്സി വിളിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ടാക്സീസും അവിടെ അവൈലബിൾ ആണ്. ടാക്സീസ് പൊതുവെ എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ബുക്ക് ചെയ്ത ഓൾ ഇൻക്ലൂസീവ് പാക്കേജിൽ എയർപോർട്ട് ട്രാൻസ്പോർട്ടും ഇൻക്ലൂഡഡ് ആയിരുന്നു. നമുക്ക് റിസോർട്ടിലോട്ട് പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് മെക്സിക്കോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ജമൈക്ക ഒക്കെ ചൂസ് ചെയ്യാറുണ്ട് ട്രാവലിന്, വെക്കേഷന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ക്യൂബ സെലക്ട് ചെയ്തതാണ്. അപ്പം നമ്മുടെ ക്യൂബൻ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അവിടുത്തെ ഫുഡ്, സ്റ്റേ, ട്രാവൽ, ബീച്ച്, അവിടുത്തെ വെതർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പം രാത്രിയായി, നമ്മൾ നേരെ റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. ടേക്ക് കെയർ. ബൈ.